പൊന്നിച്ചോ മിനാസാൻ അങ്ങനെ സാൻ മിസന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലോ. നമ്മുടെ ഇപ്പോൾ ഈ കഥ നടക്കുന്ന ലോകം കംപ്ലീറ്റ്ലി ഒരു ഡെസേർട്ട് ആയിട്ട് മാറി. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ നായകന് ഈ സാൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ കിട്ടുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഈ ലോകം തന്നെ ഇപ്പോൾ അവൻ്റെ പവറിൻ്റെ ഒരു കീഴിലാണ്. പക്ഷെ അവനാട്ടെ ഇപ്പോൾ ഒരു F റാങ്ക് കൂടിയാണ്, ഏറ്റവും ലോസ്റ്റ് റാങ്ക്. ഇനി എങ്ങനെ അവൻ സർവേ ചെയ്യുന്നു എന്നാണ് ഈ കഥ മെയിൻലി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ കഥയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു വാവ് ഫാക്ടർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പഴയ മാൻഹോയുടെ ഈ പുതിയ ന്യൂജൻ മാൻഹോയുടെ ഒരു കംപ്ലീറ്റ് മിക്സ് ആയിട്ട് എനിക്ക് തോന്നി. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പെടുത്തേക്ക്, ബിക്കോസ് ഇത് നമ്മുടെ സെക്കൻഡറി പേജാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആ ഒരു മൈൻഡ് സിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും തിരക്കായിരുന്നു ആ സ്ഥലത്ത് മുഴുവൻ. അല്ല, ഇത് ശരിക്കും ഒരു മൈൻഡ് സിറ്റിയാണോ? ഇത് കണ്ടിട്ട് എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ടു ബി ഫ്രാങ്ക്, കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. വായടച്ചിരിക്കടാ, അല്ലെങ്കിൽ നിന്റെ പോയില് ഞാൻ ഒരു ഉണ്ട കയറ്റും. നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, നിന്റെ സുപ്പീരിയർ ഇവിടേക്ക് വന്നോളും. അതുകൊള്ളാം, നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകുവാണോ? പിന്നല്ലാതെ ഞാൻ എന്താ നിന്റെ കൂടെ ഇവിടെ നിൽക്കണം? ഞാനാ നിന്റെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് കയറ്റിയാൽ മതിയോ? അല്ല, അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? നീ എന്നാന്ന് വെച്ചാൽ ചെയ്യ്. ഇവിടെ ആർക്ക് എന്നെ ചൊറിയാനിരിക്കണം എന്ന് പോടെ ഇറക്കാന്ന് പറഞ്ഞ് ആ നേരെ തിരിച്ച് പോകുകയും ചെയ്യും. നാറി. ആ, എന്തായാലും ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണാം. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. ആ സമയത്താണ് അവനത് ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു പുള്ളി ഫുഡ് വിൽക്കാൻ വെക്കുന്നുണ്ട്. അല്ല, ഒരു നിമിഷം. ഈ സമയത്താണ് പെട്ടെന്ന് അവനത് ശ്രദ്ധിക്കുന്നത്. അതൊരു പോസ്റ്ററാണ്. വിത്ത് അവർ ലേബർ ഇറ്റ് ബ്രൈറ്റ്ലി ഇലുമിനേറ്റ് ന്യൂസിയോൾ എന്നാണ്. സത്യം പറഞ്ഞാൽ അത് ആ സിറ്റിയുടെ കഥയാണ് പറയുന്നത്. എന്തേ, എങ്ങനെയുണ്ട്? കേട്ടിട്ട് ശരിക്കും ഗ്രാൻഡ് ആയിട്ടില്ലേന്ന് ആ കിളവൻ ചോദിക്കും. സത്യം പറഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിട്ട്, അതുകൊണ്ട് തന്നെ ശരിക്കും ഫണ്ണിയാണ്. ആബ്സലൂട്ട്ലി ഫണ്ണി. ഈ നിയോൺ സിയോളുടെ എനർജി തന്നെ ഇവിടുത്തെ മാജിക് സൗണ്ട്സ് എന്നാണ് അവർ പറയുന്നത്. അല്ല, താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത് ആ മാന ക്രിസ്റ്റൽസ് തന്നെയല്ലേ? അല്ലടാ, അത് നിന്നെ പോലുള്ള ആൾക്കാരാണ്, നിന്നെ പോലുള്ള റാറ്റ്സ് ആണ് ഇവിടുത്തെ സോഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെയൊക്കെ എണ്ണം കുറേ നേരത്ത് എവിടെ നിന്നൊന്നും ഇല്ലാതെ കുറേ എണ്ണം ഇവിടേക്ക് വരും ഈ മൈൻസ് കുഴിക്കാനായിട്ട്. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചത്തു തൊലയുന്നവർ ഇവിടുത്തെ വളമായിട്ട് മാറും. ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ സിറ്റിയുടെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞത് നിന്നെ പോലുള്ള റാറ്റ്സ് ആണ്. കൊള്ളാം കൊള്ളാം. കിളവ ചത്ത് മണ്ണിലടേണ്ട സമയം, എന്നിട്ട് ഇങ്ങനത്തെ വർത്താനമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാ, നീ എൻ്റെ ഏജിലാന്നിടത്ത് നിനക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ആ സാൻവേമിന്റെ വയറ്റിൻ്റെ അകത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ? അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന പോലെ ഉണ്ടായിരുന്നോ? റൂമിൽസ് ഇവിടെ വരെ സ്പ്രെഡ് ആയോ? നീ ശരിക്കൊരു വിഡ്ഢിയാണ് പയ്യ. നിനക്ക് അറിഞ്ഞോടാ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നിനക്ക് ആ സാൻവേമിന്റെ പൂപ്പായിട്ട് മാറാൻ പറ്റുമായിരുന്നല്ലോ. വെറുതെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഓടിപ്പിടിച്ച് ഇവിടേക്ക് വന്ന്? ഇതത്ര സ്വർഗരാജ്യമൊന്നുമല്ല. സ്വർഗരാജ്യോ? ഞാനിവിടേക്ക് വന്നത് പൈസ ഉണ്ടാക്കാനായിട്ടാണ്. യെസ്, അത് തന്നെ. ഏറ്റവും വലിയ ബുൾഷിറ്റാണ് നീ ഇപ്പം പറഞ്ഞത്. ഞാൻ നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചുതരാം. ദേ, അവിടേക്ക് കണ്ടോ? അവിടെ കുറച്ച് പാക്കേജസ് ആയിരുന്നു. അല്ല, അതെന്താണ്? അത് മുഴുവൻ ട്രാഷ് അല്ലേ? അതെങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്? ഞാനത് കളക്ട് ചെയ്തതാ. ഓരോ വർഷം ഞാനിങ്ങനെ കളക്ട് ചെയ്യാറുണ്ട്. അതാണ് അവസാനം. നിന്നെപ്പോലുള്ള വിഡ്ഢികളുടെ അവസാനമാണ് ആ കാണുന്നത്. ആൻഡ് ആ കാണുന്നതാണ് നിന്റെ ഫ്യൂച്ചറും. ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം വരുന്നത് മൈൻഡ്സിലേക്ക് കയറണ്ട, അതെങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള എല്ലാം വിറ്റുപെറുക്കി അവരിവിടെ പിടിച്ചു നിൽക്കും. ഇവിടെ തൂങ്ങിക്കിടക്കും. പക്ഷേ അവസാനം അവർക്കിവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. അധിക നാൾ അവർക്കിവിടെ സർവേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയ്യിലുള്ള എല്ലാം പോയതിനു ശേഷം അവർക്ക് മറ്റ് മാർഗ്ഗമില്ലാതെ നേരെ ആ ഒരു മൈനിലേക്ക് കയറും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് വിധി. എല്ലാവരും സെയിം ഫെയ്ത്തിലേക്ക് ചെന്ന് വീഴും. ചുരുക്കം പറഞ്ഞാൽ ഈ മൈൻ അവസാനം അവരെ കൊന്ന് തിന്നും. സാധാരണ ആൾക്കാർ പറയുന്നത് ഒരാൾ മരിക്കാൻ നേരത്ത് അവരുടെ പേര് അവിടെ ബാക്കി വെച്ചിട്ട് പോകുമെന്നാണ്. പക്ഷേ നിന്നെപ്പോലുള്ള ട്രാഷ് ഇവിടെ മരിക്കാൻ നേരത്ത് ഒന്നും തന്നെ ബാക്കി വെക്കാറില്ല. അവിടെ മരണം മാത്രമുണ്ടാകും. നിന്റെ മരണം കാണാനും ഞാൻ ഇവിടെ കാത്തിരിക്കുമെന്ന് ആ കിളവൻ പറയും. ഇതൊന്നും സിയോനെ അത്ര അങ്ങാട്ട് ഇഷ്ടപ്പെട്ടില്ല. നാശം, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആന ഫുഡ് വലിച്ചെറിഞ്ഞ്. എത്ര രൂപയെ? അതോ 10 സോൾ. എന്ത് 10 സോളോ? നീ എന്താണ് ഊറ്റാൻ നോക്കുവാണോ? ഈ ഒരു ഉണക്ക ചാനത്തിനാണ് 10 സോൾ എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ ഇവിടെയുള്ള എല്ലാം പ്രഷ്യസ് ആണ്. പൈസ തന്നിട്ട് നിനക്ക് പോകാൻ നോക്ക്. പിന്നെ പൈസ? ഇത്രയും ചീപ്പുള്ളൊരു മീറ്റിന് ഞാൻ 10 സോൾ തരാനായിട്ട് പോകുവാണോ? പിന്നെ എന്നോട് ക്ഷമിക്ക്, എൻ്റെ കയ്യിലധികം പൈസയൊന്നുമില്ല. ഇനി നിനക്ക് പൈസ വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ വേണേ പിടിച്ചു വലിച്ചു മേടിച്ചോ എൻ്റെ കയ്യിൽ നിന്ന്. അല്ല, നിനക്ക് ശരിക്കും ബുദ്ധിയില്ല. ഈ സമയത്ത് കുറേയധികം പേര് അവരുടെ ചുറ്റിനും കത്തിയും കടാരൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അല്ല, ഞാനെന്ത് ചെയ്യാനാണ്? എൻ്റെ പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കുറെ പേര് അവനെ കൊല്ലാൻ വരുന്നതാണ്. എടാ, നിനക്ക് തന്നെ ഇത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ പോലൊരു കിളവൻ
ഇവിടെ ഒരു ബിസിനസ് അതും ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നടക്കത്തില്ലല്ലോ. ആ ടൈമിൽ അവന് മനസ്സിലായി എല്ലാരും അവനെ കൊല്ലാനാണ് അവിടേക്ക് വന്നതെന്ന്. അപ്പൊ പിന്നെ പറ, ഇനി നീ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നാശം, നാശം. ദേ കിളവാ, ഒന്ന് അടങ്ങിക്ക്. എന്റെ അതിന് പൈസ ഒന്നുമില്ല, ഞാൻ പറയുന്ന കേക്ക്, നമുക്കിത് സംസാരിച്ച് തീർക്കാം. ഈ 10 സീൽ എന്നൊക്കെ പറഞ്ഞ് അത് ശരിക്കും എക്സ്പെൻസീവ് ആണ്. അതുവാ ഉണക്കം പിന്നെ ഞാൻ എങ്ങനെയാണ് 10 സീലൊക്കെ തരുന്നത്? ഹാ, നിന്റെ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത്ര ക്രൂരനൊന്നുമല്ല. പകരം മറ്റൊരു കാര്യം നീ തന്നാ മതി. എന്ത്? നിന്റെ പോക്കറ്റിലിരിക്കുന്ന ആ ഒരു മാന ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അതിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. നാശം, ആ റൂമർ ഇവിടെ വരെ സ്പ്രെഡ് ആയിരുന്നല്ലോ. മര്യാദക്ക് അതിങ്ങോട്ട് താ. അത് തന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം, കാര്യങ്ങളൊക്കെ ഫെയർ ആകും. പിന്നെ ഫെയർ കോപ്പാണ്, ഞാനെന്ത് കഷ്ടപ്പെട്ടാണ് ഈ സാമാൻ കണ്ടെത്തിയെന്നറിയോ? അത് നിനക്കങ്ങോട്ട് ചുമ തരണം എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് ഒരുത്തൻ വന്ന് അവൻ്റെ തലയിൽ കയറി പിടിച്ചു. സാർ, ഞാൻ പറഞ്ഞേക്ക്, നമുക്കിത് സംസാരിച്ച് തീർത്താൽ പോരെ, വെറുതെ എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ അവനെൻ്റെ മുഖം പിടിച്ച് നേരെ നിലത്തേക്ക് കുത്തി. ഡാ കിളവ, എത്രയെന്നും പറഞ്ഞാണ് ഇവൻ പറയുന്നത് കേട്ടോണ്ട് ഇരിക്കുന്നത്. ഇവനെ പിടിച്ച് കുത്തി ചോദിച്ച് ഇവൻ തരുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ മുഖത്തേക്ക് ചോര തെറിച്ചത്. സാൻഡ് ബ്ലാസ്റ്റർ. പിന്നെ കാണുന്നത് അവൻ്റെ കൈ തെറിച്ച് പോകുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ കയ്യിലേക്ക് ആ കൈ വന്ന് വീഴുകയും അവരെല്ലാവരും പേടിച്ച് വിറക്കുകയും ചെയ്തു. അടുത്ത സെക്കൻഡ് സിയോൺ അവൻ്റെ ആ ഒരു എബിലിറ്റി യൂസ് ചെയ്ത് അവൻ്റെ ചുറ്റിനുണ്ടായിരുന്ന എല്ലാവരെ കൊന്നൊടുക്കാനായിട്ട് തുടങ്ങി. അതും ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യാതെ. ഡാ 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 ഈ സമയത്താണ് അവന് ബോധം തിരിച്ചു വന്നത്. എന്തേ, നിന്റെ ബോധം പോയോ? അത് നീ സ്വപ്നം കാണുമായിരുന്നോ? നാശം, നാശം, ഒരു കാര്യമില്ലായിരുന്നു. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.